എല്ലാവർക്കും മിത്തോസ് മലയാളിയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ കഥ പ്രകാശത്തിന്റെ ഉത്സവം, ധർമ്മം ജയിച്ച ദിനത്തിലേക്ക്, ദീപാവലിയുടെ അദ്ഭുത കഥകളിലേക്ക്. ഇത് വെറും ഒരു ഉത്സവമല്ല, ഇത് വെളിച്ചത്തിന്റെ ഇരുളിൽ മേലുള്ള വിജയം, ധർമ്മത്തിന്റെ അധർമ്മത്തിന്മേലുള്ള അതിജയം, നന്മയുടെ അനന്തമായ പ്രതീകമാണ്. എന്നാൽ ദീപാവലി ഒരു കാരണത്താൽ മാത്രമല്ല ആഘോഷിക്കപ്പെടുന്നത്. ഇന്ത്യയുടെ ഓരോ ഭാഗത്തും ഈ ഉത്സവത്തിന്റെ കഥയും അർത്ഥവും വ്യത്യസ്തമാണ്. ഉത്തരേന്ത്യയിലെ ദീപാവലി വിഷ്ണുവിന്റെ 7ാമത്തെ അവതാരമായ ഭഗവാൻ ശ്രീരാമന്റെ അയോധ്യയിലെ വിജയപ്രവേശനത്തോടാണ് ബന്ധിപ്പിക്കുന്നത്. രാമൻ, ലക്ഷ്മണൻ, സീതാദേവി എന്നിവർ 14 വർഷത്തെ വനവാസം കഴിഞ്ഞ് അയോധ്യയിലേക്ക് മടങ്ങെത്തിയ ദിനം. ലങ്കയിലെ രാക്ഷസ രാജാവായ രാവണനെ തോൽപ്പിച്ച് സീതയെ മോചിപ്പിച്ച ശേഷം രാമൻ വേഗം വീട്ടിലേക്ക് മടങ്ങാനുള്ള ആകാംക്ഷയിലായിരുന്നു. രാമന്റെ പ്രിയ സഹോദരൻ ഭരതൻ 14ാം വർഷം പൂർത്തിയായതിനു ശേഷമുള്ള ഒരു ദിവസം പോലും രാമൻ താമസിച്ചാൽ താൻ ജീവൻ അർപ്പിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്തിരുന്നു. ഇതാലോചിച്ച് രാമന്റെ മനസ്സ് കുലുങ്ങി. തിരിച്ച് നടന്നു മടങ്ങിയാൽ എന്തായാലും താമസിക്കും, ഭരതൻ മരിക്കും. അപ്പോഴാണ് ലങ്കയുടെ പുതിയ രാജാവായ വിഭീഷണൻ ദിവ്യമായ പുഷ്പക വിമാനം രാമന് സമർപ്പിച്ചത്. മനസ്സിന്റെ വേഗത്തിൽ പറക്കുന്ന ആ ദിവ്യവാഹനം രാമൻ, സീത, ലക്ഷ്മണൻ എന്നിവരെ സമയത്തിന് മുമ്പായി അയോധ്യയിൽ എത്തിച്ചു. ആ രാത്രിയിൽ നഗരമൊട്ടാകെ തെളിഞ്ഞു. ഓരോ ദീപവും രാമന്റെ വരവിനെ വരവേറ്റു. തെക്കേ ഇന്ത്യയിലെ അതേ ദീപാവലി വിഷ്ണുവിന്റെ 8ാമത്തെ അവതാരമായ ശ്രീകൃഷ്ണന്റെ നരകാസുരനോടുള്ള യുദ്ധവിജയമായി ആഘോഷിക്കപ്പെടുന്നു. ഭൂമി ദേവിയുടെ മകനായ നരകാസുരൻ ദൈവത്തിന്റെ സന്തതിയായിട്ടും അസുര സ്വഭാവമുള്ളവൻ, 3 ലോകങ്ങളെയും ഭീതിയിലാഴ്ത്തിയവൻ, രാജ്യങ്ങളെ കവർന്നു, സ്ത്രീകളെ തട്ടുകൊണ്ടുപോയി സ്വന്തം കൊട്ടാരത്തിൽ തടവിലിട്ടും അവൻ അന്യായത്തിന്റെ പ്രതീകമായി വളർന്നു വരുന്നു. ഒരു ദിവസം നരകാസുരൻ ദേവേന്ദ്രന്റെ സ്വർഗസേനയിൽ 1000കണക്കിന് ആനകളുണ്ടെന്ന് കേട്ടു. ഇത് മോഹിച്ച് അവൻ സ്വർഗം തന്നെ ആക്രമിച്ചു. ദേവന്മാരെ തോൽപ്പിച്ചു. ദേവമാതാവായ അതിഥിയെ തന്നെ അവൻ അപമാനിച്ചു. ദേവേന്ദ്രൻ ലജ്ജയിലായി, കോപത്തിൽ മുങ്ങി. അവൻ ശ്രീകൃഷ്ണനെ സമീപിച്ചു. കൃഷ്ണൻ തന്റെ ഭാര്യയായ സത്യഭാമയോടൊപ്പം വിശ്രമത്തിലായിരുന്നു. ദേവേന്ദ്രൻ സംഭവങ്ങൾ വിവരിച്ചപ്പോൾ കൃഷ്ണൻ കോപാകുലനായി. നരകാസുരൻ തന്റെ അതിക്രമത്തിന് പ്രായശ്ചിത്തം ചെയ്യേണ്ട സമയം എത്തിയിരിക്കുന്നു എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. സത്യഭാമയും കൂട്ടി കൃഷ്ണൻ യുദ്ധത്തിലേക്ക് പുറപ്പെട്ടു. നരകാസുരന്റെ സേനാധിപതി മുരൻ കൃഷ്ണനോട് പോരാടി. പക്ഷേ കൃഷ്ണന്റെ വില്ലിന്റെയും ചക്രത്തിന്റെയും മുന്നിൽ മുരന്റെ തലകൾ 5ആയി പൊളിഞ്ഞു വീണു. അവസാനം കൃഷ്ണൻ സുദർശന ചക്രം ഉയർത്തി നരകാസുരന്റെ അഹങ്കാരത്തെയും അതിക്രമത്തെയും നിലംപരിശാക്കി. തുടർന്ന് നരകാസുരൻ തടവിലിട്ടിരുന്ന 10,000 സ്ത്രീകളെ മോചിപ്പിച്ചു. സമൂഹം അവരെ നിരസിക്കുമെന്നറിഞ്ഞ കൃഷ്ണൻ അവരെയെല്ലാം തന്റെ ഭാര്യമാരായി സ്വീകരിച്ചു.